പീഡനത്തിനിരയായ ശരണ്യയുടെ വീട്ടിലേക്ക് അലീന എത്തിയിട്ട് ചില ദിവസങ്ങൾ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അലീനയുടെ ആഗമനോദ്ദേശത്തെ ശരണ്യയും തൻ്റെ മാതാപിതാക്കളും ചുറ്റുപാടുള്ള പല വ്യക്തികളും കാര്യമായി തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അതായത് രോഹിത്തിനെ എങ്ങനെയെങ്കിലും വെള്ളപൂശി അവനെ ജയിലിൽ നിന്നും പുറത്തിറക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് ചക്രവാക്കുകളും മുഖസ്തുതിയും പറഞ്ഞുകൊണ്ട് അലീന ശരണ്യയുടെ കുടുംബത്തെ കയ്യിലെടുത്തത്. കാര്യം കണ്ടു കഴിഞ്ഞപ്പോൾ കറിവേപ്പില പോലെ അവരെ വലിച്ചെറിഞ്ഞിട്ട് അവൾ അവളുടെ വഴിക്ക് പോയി എന്നുള്ള വ്യാഖ്യാനമായിരുന്നു അവർ കൊടുത്തിരുന്നത്. അലീന ആ വഴിയിലേക്ക് പോയിട്ട് കുറേ ദിവസങ്ങളായി. ആ വീട്ടുകാർക്ക് കാര്യമായിട്ടുള്ള സങ്കടവും പരിഭവവും ഉണ്ട് എന്നുള്ള സൂചന അലീനയുടെ മുൻപിൽ എത്തിക്കുന്നത് ഓട്ടോറിക്ഷക്കാരൻ ഷാജിയാണ്. ഷാജിയുടെ വാക്ക് കേട്ടപ്പോൾ തന്നെ അലീന അവിടേക്ക് പുറപ്പെടുവാൻ തയ്യാറായി. ആ സമയത്ത് മനുശങ്കറും അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മനുശങ്കറിനെയും കൂട്ടിയാണ് അലീന ശരണ്യയുടെ വീട്ടിലേക്ക് പോയത്. ശരണ്യയുടെ വീട്ടിലേക്ക് എത്തിയപ്പോൾ തന്നെ അവരുടെ വലിയ പരിഭവവും പിണക്കങ്ങളും കുത്തുവാക്കുകളും ഒക്കെ അലീനയ്ക്ക് കേൾക്കേണ്ടി വന്നു. എന്നാൽ താൻ വരാതിരുന്നത് മനഃപൂർവ്വമല്ല. രോഹിത്തിന്റെ സ്ഥിതി വളരെ മോശമായിരുന്നു. താൻ ശാരീരികമായി വലിയ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ തന്നെ മാനസികമായി തകർന്ന നിലയിലുമായിരുന്നു. അവനെ പരിചരിക്കുകയും ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരികയും ചെയ്യേണ്ട വലിയൊരു ഉത്തരവാദിത്തം കൂടി താൻ ഏറ്റെടുത്തത് കൊണ്ടാണ് ഇത്രയും ദിവസം ഇവിടേക്ക് വരാൻ കഴിയാതിരുന്നത് എന്ന് അലീന വിശദീകരിക്കുന്നുണ്ട്. ഒരിക്കലും ഞാൻ നിങ്ങളെ മറക്കില്ല, നിങ്ങളെ വിട്ടുപോവുകയുമില്ല. പ്രത്യേകിച്ച് ശരണ്യയ്ക്കൊപ്പം എല്ലാ കാലത്തും ഒരു താങ്ങും തണലുമായി ഞാൻ ഉണ്ടാകും എന്നുള്ള ഉറപ്പ് വീണ്ടും അലീന ആ കുടുംബത്തിന് നൽകുന്നുണ്ട്. ഇത് പറഞ്ഞവർ തിരികെ പോകുവാൻ തുടങ്ങുന്ന സമയത്ത് ശരണ്യയ്ക്ക് വേണ്ടി രൂപീകരിച്ച ആക്ഷൻ കൗൺസിലിലെ അംഗങ്ങൾ ശരണ്യയുടെ അമ്മാവനെ മുൻപിൽ നിർത്തിക്കൊണ്ട് അലീനയെ ക്വസ്റ്റ്യൻ ചെയ്യുവാൻ വേണ്ടി വീണ്ടും ഒരുമിച്ച് കൂടുകയാണ്. വീടിന് പുറത്തേക്ക് വന്ന അലീനയെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ശരണ്യയുടെ അമ്മാവൻ ചോദിക്കുകയാണ്, അതെ, ഇവിടുത്തെ കുട്ടിയുടെ കാര്യത്തിൽ ഒരു തീർച്ചയും തീരുമാനവുമില്ലാതെ അങ്ങനെ അങ്ങ് പോയാൽ എങ്ങനെയാ? അവളാണെങ്കിൽ നിന്നോട് ചോദിക്കാതെ ഒന്നിനും സമ്മതിക്കുകയുമില്ല. തലയും താടിയും നരച്ച ഒരു കാരണവർ അദ്ദേഹം ആരാണെന്ന് മനസ്സിലാകാതെ അലീന അയാളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കുമ്പോൾ അദ്ദേഹം തന്നെത്താൻ പരിചയപ്പെടുത്തുകയാണ്. ഞാനിവളുടെ അമ്മാവനാണ്. പക്ഷേ ഞങ്ങളാരും പറയുന്നതല്ല അവൾക്ക് പ്രമാണം. പൊട്ടിപ്പെണ്ണായതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. കൂടെ നിന്ന് അവളെ ഓരോന്ന് പറഞ്ഞു മയക്കി. എന്തായാലും നീ നിന്റെ ഉദ്ദേശവും സാധിച്ചെടുത്തു. പെട്ടെന്ന് അലീന ജിജ്ഞാസയോടെ ചോദിക്കുകയാണ്, എന്റെ കാര്യം ഞാൻ സാധിച്ചെടുത്തെന്നോ? എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇവളും മൊഴി മാറ്റി പറഞ്ഞതുകൊണ്ട് ആ ചെക്കനെ ജാമ്യത്തിൽ ഇറക്കി കൊണ്ടുപോകാൻ പറ്റിയില്ലേ? അത് ശരി, അപ്പൊ അങ്ങനെയാണ് നിങ്ങൾ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് അല്ലേ? എങ്കിൽ കേട്ടോ, ഞാൻ പറഞ്ഞിട്ടില്ല ഇവളോട് പോലീസിന്റെ അടുത്ത് കള്ളമൊഴി കൊടുക്കണമെന്ന്. ആരെങ്കിലും രക്ഷിക്കണമെന്ന് ഇവളോട് ദൂത് പറയുവാൻ വേണ്ടി വന്ന വ്യക്തിയുമല്ല ഞാൻ. കുറ്റം ചെയ്യാത്ത ഒരാളെ ശിക്ഷിക്കരുത് എന്ന് ഞാൻ അവളോട് പറഞ്ഞു. നമ്മൾ അസത്യം പറഞ്ഞിട്ട് ഒരാളുടെ ജീവിതം നശിപ്പിക്കരുതെന്ന് ഞാൻ അവളെ ഉപദേശിച്ചു. ഇപ്പോഴും എനിക്കത് തന്നെ പറയാനുള്ളൂ. അത്രയും കേട്ടപ്പോഴേക്കും ശരണ്യയുടെ അമ്മാവൻ വീണ്ടും പറയുകയാണ്, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി അതേപ്പറ്റി കൂടുതൽ വിസ്തരിച്ചിട്ട് കാര്യമൊന്നുമില്ല. പാർട്ടി ഫണ്ട് പിരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവൾക്ക് വേണ്ടി. അതിന് ഇവളുടെ കയ്യൊപ്പോട് കൂടിയ ഒരു പ്രസ്താവന വേണം. പിന്നെ ഇവളുടെ ഒരു ഫോട്ടോയും വേണം. പത്രത്തിലും മാസികയിലും ഒക്കെ കൊടുത്താൽ ഗൾഫിൽ നിന്നും അമേരിക്കയിൽ നിന്നുമൊക്കെ പൈസ വരാൻ സാധ്യതയുണ്ട്. നല്ലതുപോലെ ഫണ്ട് പിരിഞ്ഞു കിട്ടിയാൽ ഇവൾ മാത്രമല്ല ഈ കുടുംബവും രക്ഷപ്പെടും. അതുപോലെ ഈ കൊച്ചിനൊരു ജോലി ആവശ്യമാണ്. മുഖ്യമന്ത്രിക്ക് ഒരു നിവേദനം കൊടുത്താൽ ചിലപ്പോൾ ജോലി കിട്ടിയേക്കും. ഇത്രയും കേട്ടപ്പോൾ അലീന ചോദിക്കുകയാണ്, അതെ, +2 പരീക്ഷ എഴുതിയിട്ടില്ല ശരണ്യ. എന്ത് ജോലി കിട്ടും ഇവൾക്ക് ഈ സമയത്ത്? അങ്ങേയറ്റം ഒരു 10ാം ക്ലാസ്സുകാരിക്ക് കിട്ടുന്ന ഏതെങ്കിലും ഒരു ജോലി, താലൂക്ക് കച്ചേരിയിലെ പ്യൂണായിട്ടോ സർക്കാർ ആശുപത്രിയിലെ തൂപ്പുകാരിയായിട്ടോ അങ്ങനെ എന്തെങ്കിലും കിട്ടും. മതിയല്ലോ, അതൊരു തൊഴിലല്ലേ? ആ പണിക്ക് MA കൊതിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമുള്ളത്, ഇവളെ ഇനിയും പഠിക്കാൻ വിടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അല്ല, ഇനി പഠിച്ചിട്ടെന്താ കാര്യം? പഠിക്കാനായിരുന്നു ഉത്സാഹമെങ്കിൽ ഇങ്ങനെയൊന്നും വരില്ലായിരുന്നല്ലോ. ആ വൃദ്ധന്റെ സംസാരം കേട്ടുകൊണ്ട് ഇടയ്ക്ക് കയറി വീണ്ടും അലീന ചോദിക്കുകയാണ്, അല്ലമ്മാവ, ഇതൊക്കെ എന്നോടിപ്പോൾ പറയാനുള്ള കാരണം എന്താണ്? അവളൊന്നും സമ്മതിക്കില്ല കൊച്ചേ. നിന്നോട് ചോദിച്ചിട്ട് മാത്രമേ തീരുമാനം പറയാൻ ഒക്കൂ എന്ന് ഒരേ ദുർവാശിയാണ് അവൾക്ക്. അവളുടെ തന്തയ്ക്കും തള്ളയ്ക്കുമില്ല ഒരു തീർച്ചയും തീരുമാനവും. ആങ്ങളമാർക്കാണെങ്കിൽ ഒട്ടുമില്ല. ഒരു നല്ല കാര്യം പറയുമ്പോൾ അതിനൊത്തു നിൽക്കണ്ടേ? ഫണ്ട് പിരിവ് നടത്തണമെങ്കിൽ അത് ഉടനെ വേണം. ആളുകളെല്ലാം മറന്നു കഴിഞ്ഞിട്ട് ബക്കറ്റുമായിട്ട് അവരുടെ മുൻപിൽ ചെന്നിട്ട് എന്ത് ഗുണമാ കിട്ടുക? അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുക്കുന്ന കാര്യം, അതും ഉടനെ വേണം. ഇപ്പോഴത്തെ ചൂടിന് കാര്യങ്ങൾ ചെയ്തില്ല എങ്കിൽ പിന്നീട് ഒരു ഫലവും ഉണ്ടാവില്ല. നീ ഇതെല്ലാം അവളുടെ തന്തയും തള്ളയും പറഞ്ഞതും മനസ്സിലാക്ക്. നിന്നെയാണ് ഇപ്പോൾ അവർ തലയിലെടുത്ത് വെച്ചിരിക്കുന്നത്. അമ്മവാ, ഇതൊക്കെ നിസ്സാര കാര്യമല്ലേ? നമുക്കിപ്പം തന്നെ ഇതിനൊക്കെ പരിഹാരം ഉണ്ടാക്കാം. അലീന ഇത് കൂസലില്ലാതെ പറഞ്ഞുകൊണ്ട് ശരണ്യയുടെയും അവളുടെ മാതാപിതാക്കളുടെയും അടുത്തേക്ക് നീങ്ങി. എന്നിട്ട് അവരോട് പറയുകയാണ്, നമുക്ക് ആദ്യം ഫണ്ട് പിരിവിൻ്റെ കാര്യം തീരുമാനിക്കാം. നിങ്ങളുടെ മകളുടെ ഫോട്ടോയും കയ്യൊപ്പുള്ള പ്രസ്താവനയുമായിട്ട് പിരിവുകാർ ഓരോ വീട്ടിലും കയറി ചെല്ലും. ആ പ്രസ്താവനയുടെ അർത്ഥം ഇതായിരിക്കും, ഞാൻ പീഡിപ്പിക്കപ്പെട്ട ഒരു പെൺകുട്ടിയാണ്, എന്നോട് ദയ തോന്നി വല്ലതും തന്ന് സഹായിക്കണം. ഒന്ന് ഓർത്ത് നോക്കിക്കേ, മനുഷ്യരുടെ എല്ലാം മുൻപിൽ ഇങ്ങനെ മാനം കെട്ട് എരന്ന് കിട്ടുന്ന പണം കൊണ്ട് സുഖമായിട്ട് ജീവിക്കാം എന്ന് കരുതിയാണോ
നിങ്ങൾ ഇങ്ങനെയൊരു മോളെ ഇതുവരെയും വളർത്തിക്കൊണ്ടുവന്നത്? അലീനയുടെ ആ ചോദ്യം ശരണ്യയുടെ അച്ഛൻ പ്രഭാകരന്റെ ആത്മാഭിമാനത്തിലാണ് ചെന്ന് തറച്ചത്. അദ്ദേഹം പറയുകയാണ്, ഞങ്ങളാരും അങ്ങനെ ഉദ്ദേശിച്ചിട്ട് പോലുമില്ല മോളെ. അത് കേട്ടുകൊണ്ട് തുടർന്ന് അലീന ശരണ്യയുടെ മുഖത്ത് നോക്കി ചോദിക്കുകയാണ്, നിനക്ക് വേണോ മോളെ ആ നാണം കെട്ട പണം? വേണ്ട ചേച്ചി, എനിക്ക് അതിനോടൊന്നും യാതൊരു താല്പര്യവുമില്ല. ശരി, അങ്ങനെയാണെങ്കിൽ ഇനി ജോലിക്ക് വേണ്ടി മുഖ്യമന്ത്രിക്ക് കൊടുക്കുവാനിരിക്കുന്ന നിവേദനത്തിന്റെ കാര്യം. അങ്ങനെ കൊടുത്തിട്ട് സർക്കാർ ഒരു ദാനം തരുന്ന പീഡന കേസിന്റെ മുദ്രയുള്ളൊരു ജോലി, അത് നിനക്ക് വേണോ? അതൊരു നുഖമായിരിക്കും നിനക്ക്. അത് നിന്നെ നിന്ദിക്കും. ജോലി കിട്ടുന്ന അന്നു മുതൽ ജോലിയിൽ നിന്ന് പിരിയുന്നത് വരെ ആൾക്കാർ അത് പറഞ്ഞു ചിരിക്കും. ആ പെണ്ണിനെ ആരൊക്കെയോ ചേർന്ന് പീഡിപ്പിച്ച വകയിൽ സർക്കാർ ദാനം ചെയ്ത ജോലിയാണ്, അല്ലാതെ പഠിപ്പും ബോധവും ഒന്നും ഉള്ള പെണ്ണല്ല. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിനക്ക് പിന്നെ ആത്മവിശ്വാസത്തോടു കൂടി ആ ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റുമോ? അതിന് വീണ്ടും ശരണ്യയുടെ മറുപടി, വേണ്ട ചേച്ചി, എനിക്ക് അങ്ങനെയുള്ള ജോലി ഒന്നും വേണ്ട. വീണ്ടും അലീന ശരണ്യയുടെ മാതാപിതാക്കളോട് ചോദിക്കുകയാണ്, എന്നെങ്കിലും ഈ മട്ടിലൊരു ജോലി സൗജന്യമായി കിട്ടിയിട്ട് ഇവൾ രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതിയാണോ നിങ്ങൾ നിങ്ങളുടെ മകളെ വളർത്തിയതും പഠിപ്പിച്ചതും? ആണോ? ആ മാതാപിതാക്കൾക്ക് രണ്ടിലൊന്ന് ആലോചിക്കുവാൻ അധിക സമയമുണ്ടായിരുന്നില്ല. അവർ ഉറപ്പിച്ചു പറഞ്ഞു, അങ്ങനെ ഒരു ജോലി ഞങ്ങളുടെ മകൾക്ക് വേണ്ട. ശരി, ഇനി ഇവളുടെ പഠിപ്പിന്റെ കാര്യം. ഈ വർഷം അധിക നാൾ ക്ലാസ് ഒന്നും ഇല്ലല്ലോ, പരീക്ഷയല്ലേ വരാൻ പോകുന്നത്. വീട്ടിലിരുന്നങ്ങ് പഠിച്ചാൽ മതി. അറ്റൻഡൻസിന്റെ കാര്യത്തിൽ ശരണ്യയുടെ അച്ഛൻ പോയി ഹെഡ് മാസ്റ്ററെ കണ്ട് സംസാരിക്കണം. ഇനി സ്കൂളിൽ വരുവാൻ ബുദ്ധിമുട്ടുണ്ട്, മറ്റു കുട്ടികൾ പരിഹസിക്കും, പിന്നെ സുരക്ഷയുടെ പ്രശ്നവുമുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ ഹെഡ് മാസ്റ്റർക്ക് കാര്യം മനസ്സിലാകും. പരീക്ഷ എഴുതി കഴിഞ്ഞാൽ അടുത്ത വർഷം വേറെ ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടുപോയി ചേർക്കണം. ഇങ്ങനെയൊരു പീഡന കഥ ഒരിക്കലും ഇവളെ ബാധിക്കാത്ത ഒരു സ്ഥലത്ത്, അതിവളാണെന്ന് ആരും തിരിച്ചറിയുക പോലും അരുത്. എങ്കിൽ മാത്രമേ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടി പഠനം തുടരുവാൻ ഇവൾക്ക് സാധിക്കുകയുള്ളൂ. അത്രയും കേട്ടപ്പോഴേക്കും അക്കാര്യത്തിൽ ശരണ്യയുടെ മാതാപിതാക്കൾ അല്പം വിയോജിപ്പ് പ്രകടിപ്പിച്ചു. അവർ പറയുകയാണ്, മകളെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി പഠിപ്പിക്കുമ്പോൾ ഫീസിനത്തിലും പോക്കുവരവിനത്തിലും നല്ലൊരു തുക ചെലവാകും. ശരണ്യയെ ഹോസ്റ്റലിൽ താമസിപ്പിച്ച് പഠിപ്പിക്കുകയേ നിവർത്തിയുള്ളൂ. അതിനുള്ള വരുമാനമൊന്നും ഞങ്ങൾക്കില്ല. ഇവളുടെ പഠനത്തിന്റെ ചെലവോർത്ത് നിങ്ങളാരും വിഷമിക്കണ്ട. അതിന് ഏതെങ്കിലും ഒരു വഴി ആ സമയത്ത് തെളിഞ്ഞു വരും. അതല്ലെങ്കിൽ അത് എനിക്ക് വിട്ടേക്ക്. SSLCക്ക് A ഗ്രേഡ് വാങ്ങിയ കുട്ടിയല്ലേ ശരണ്യ, ഇനി മനസ്സിരുത്തി പഠിച്ചാലും മതി. +2 അതിലൊട്ടും കുറയാത്ത മാർക്ക് വാങ്ങാം. മെഡിസിന് പഠിക്കുവാൻ ആഗ്രഹിച്ച ഒരു പെൺകുട്ടിയെ ഒരു പീഡന കേസിന്റെ പേരും പറഞ്ഞ് ഇടിച്ചു താഴ്ത്തി അവളുടെ നല്ല ഭാവി നശിപ്പിക്കരുത് എന്നുള്ളതാണ് എൻ്റെ അപേക്ഷ. അലീന ഇത്രയും പറഞ്ഞപ്പോഴേക്കും ശരണ്യയ്ക്കും പിന്നെ രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല. അവളുടെ സംശയങ്ങൾക്കും ആവലാതികൾക്കും എല്ലാം ഉത്തരം കിട്ടി. ഈ സംഭാഷണങ്ങളെല്ലാം കേട്ടുകൊണ്ട് അരികിൽ നിന്ന ശരണ്യയുടെ അമ്മാവൻ ചോദിക്കുകയാണ് ആ സമയത്ത്, അപ്പോ ഈ ഫണ്ടും ജോലിയും ഒന്നും വേണ്ടെന്നാണോ? അതിന് അലീനയുടെ മറുപടി, അമ്മാവൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ പെൺകുട്ടിയെ ഇങ്ങനെ മുദ്ര കുത്തി തരം താഴ്ത്തുന്നത് ശരിയാണോ? നിങ്ങൾക്ക് തന്നെയല്ലേ ഇതിൻ്റെയൊക്കെ നാണക്കേട്. നമുക്കൊരു മുറിവ് പറ്റിയാൽ നമ്മളത് ചികിത്സിച്ച് ഭേദപ്പെടുത്തുമോ, അതോ മുറിവ് പഴുക്കുവാൻ വേണ്ടി എണ്ണയും മണ്ണും ചേർത്ത് പുരട്ടി വഴിയരികിൽ ഒരു തോർത്തും വിരിച്ച് അങ്ങനെ കൈനീട്ടിയിരുന്ന് ഭിക്ഷ യാചിക്കുമോ? അത് കേട്ടുകൊണ്ട് അയാൾ വീണ്ടും ചോദിക്കുക, അങ്ങനെയാണെങ്കിൽ പിന്നെ പാർട്ടിക്കാരും സംഘടനക്കാരും ഒക്കെ വന്ന് ചോദിക്കുമ്പോൾ എന്തു മറുപടി ഞാൻ പറയും? ഞങ്ങളുടെ കുട്ടിയെ ഞങ്ങൾ സംരക്ഷിച്ചോളാം, അതിനാരുടെയും ഔദാര്യം വേണ്ടെന്ന് അങ്ങോട്ട് പറയണം. നമുക്ക് അവരെ കൊണ്ടല്ല, അവർക്ക് നമ്മളെ കൊണ്ടാണ് ആവശ്യം. ഈ കോളനിയിലെ ഒരു പെൺകുട്ടിക്ക് ഒരു ക്രൂരത അനുഭവിക്കേണ്ടി വന്നതിൻ്റെ പേരിൽ മുതലെടുപ്പ് നടത്തുവാൻ ആരെയും അനുവദിക്കരുത്. നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാഭിമാനത്തിന്റെ പ്രശ്നമാണിത്. അലീന പറയുന്നതിൽ കാര്യമുണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമൊന്നുമില്ല. എങ്കിലും എവിടെയൊക്കെയോ ചില അവ്യക്ത സംശയങ്ങൾ, ചിന്താക്കുഴപ്പങ്ങൾ നിലനിൽക്കുകയാണ്. അതേപ്പറ്റി തമ്മിൽ പറഞ്ഞും പിറുപിറുത്തും ആൾക്കാർ പിരിഞ്ഞു പോയിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ ശരണ്യയുടെ വീട്ടുകാരും മനുശങ്കറും അലീനയും മാത്രം വരാന്തയിൽ ശേഷിച്ചു. മനുശങ്കർ എല്ലാം കണ്ടും കേട്ടും അങ്ങനെ ആശ്ചര്യസ്തബ്ധനായി നിൽക്കുകയാണ്. അലീന എങ്ങനെയാണ് പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്നും തീരുമാനങ്ങൾ എടുക്കുന്നതെന്നും അവൻ ആദ്യമായി നേരിട്ട് കാണുകയാണ്. മാനഭംഗത്തിനിരയായ പെൺകുട്ടി അവളുടെ മുഴുവൻ സ്നേഹവും വിശ്വാസവും അലീനയിൽ അർപ്പിച്ചിരിക്കുന്നു. ആ കുടുംബവും അലീനയ്ക്കൊപ്പം തന്നെയാണ് നിലകൊള്ളുന്നത്. അലീന ശരണ്യയുടെ തോളത്ത് കൈയിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ സമയത്ത് പറയുകയാണ്, മോളെ, നീ ധൈര്യമായിട്ട് നിന്നാൽ മതി. നിനക്കൊപ്പം എല്ലാ കാലത്തും ഞാനുണ്ടാവും. ഇത്രയും പറഞ്ഞ് ആ വീട്ടിൽ നിന്നും അവർ പുറപ്പെടുവാൻ തുടങ്ങുകയാണ്. ഈ സമയത്ത് അഴുക്കുചാലിനപ്പുറം ഒരു ഓട്ടോറിക്ഷ വന്ന് നിർത്തി. അതിൽ നിന്നും ഷാജിയായിരുന്നു പുറത്തേക്ക് ഇറങ്ങിയത്. അയാൾ ശരണ്യയുടെ വീട്ടുമുറ്റത്തേക്ക് വന്നു. എന്നിട്ട് അലീനയോട് ചോദിക്കുകയാണ്, ആഹാ, ഇത്ര പെട്ടെന്ന് ഇങ്ങ് എത്തിയോ? അതിന് അലീന, കൊള്ളാം, എന്തായിരുന്നു ഷാജിയുടെ ദേഷ്യം? എന്തെങ്കിലും ഒന്ന് ചോദിക്കാനോ പറയാനോ ഒന്ന് നിന്നു തരണ്ടേ? അതെ, പറയേണ്ട പോലെ പറഞ്ഞാലേ വരേണ്ടവർ വരൂ. എൻ്റെ പൊന്നു ഷാജി, അപ്പോഴായിരുന്നെങ്കിൽ എനിക്ക് ഷാജിയുടെ ഓട്ടോറിക്ഷയിൽ തന്നെ ഇങ്ങോട്ട് പോരാമായിരുന്നു. ഇതിപ്പോൾ ഞാൻ വേറെ ഓട്ടോറിക്ഷ പിടിക്കേണ്ടി വന്നില്ലേ? അതോ എനിക്ക് ആ സമയത്ത് ഒരു അർജന്റ് ഓട്ടം പോകേണ്ടതുണ്ടായിരുന്നു. ഓ, അതുകൊണ്ടായിരിക്കും അർജന്റായിട്ട് വന്ന് ചീത്ത വിളിച്ചിട്ട് ഓട്ടോറിക്ഷയിൽ കയറി വിട്ടുകളഞ്ഞത്. അത് കേട്ടുകൊണ്ട് ശരണ്യയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, ആഹാ, ഇവൻ കുട്ടിയെ ചീത്ത വിളിച്ചോ? ഓ, ചീത്ത വിളിച്ചില്ല, എന്നാലും എന്നെ പേടിപ്പിച്ചു കളഞ്ഞു.
അപ്പോൾ ഷാജി, അതെ, എനിക്ക് ഉണ്ടിട്ട് തിരികെ പോകണം. അങ്ങോട്ട് വന്നാൽ ഞാൻ ആ ഹാൻഡ് ബാഗ് അങ്ങ് തന്നേക്കാം. അത് വീട്ടിലിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി. ഏ, അതെങ്ങനെ കിട്ടി? അതെങ്ങനെ കിട്ടിയെന്നൊന്നും അറിയണ്ട, കിട്ടി എന്നുള്ളത് മാത്രം അറിഞ്ഞാൽ മതി തൽക്കാലം. ഇപ്പോൾ അങ്ങോട്ട് വന്നാൽ ഞാൻ തരാം. ഇത് പറഞ്ഞുകൊണ്ട് ഷാജി തിരികെ നടന്നു. തൊട്ടടുത്ത വീട്ടിലേക്ക് അവൻ കയറി പോകുന്നത് കണ്ടുകൊണ്ട് മണിശങ്കർ പറയുകയാണ്, അതെ, എന്താന്ന് വെച്ചാൽ ഞാൻ ചെന്ന് വാങ്ങിക്കൊണ്ടുവരാം, നിങ്ങളിവിടെ സംസാരിച്ചോളൂ. ഇത് പറഞ്ഞിട്ട് മണിശങ്കർ ഷാജിയുടെ പിന്നാലെ ആ വീട്ടിലേക്ക് പോയി. അലീനയുടെ കൂടെ വന്നയാളാണ് എന്ന് പറഞ്ഞപ്പോൾ ഷാജി ഹാൻഡ് ബാഗ് എടുത്ത് കയ്യിൽ കൊടുത്തു. മണിശങ്കർ അതിൻ്റെ സിബ് തുറന്നു നോക്കി. ഒരു ചെറിയ അറയിൽ കുറച്ച് ചില്ലറ, ഒരു 50 രൂപ നോട്ടും 4 10 രൂപയും ഒരു 5 രൂപയും, ഏതോ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനും ഹോസ്പിറ്റൽ കാർഡും ഒരു ബില്ലുമുണ്ട്. പിന്നെ ഒരു ഫോൺ നമ്പർ കുറിച്ച കടലാസ്. ആ കടലാസിലേക്ക് നോക്കിയപ്പോൾ മനുശങ്കറിന്റെ കണ്ണുകൾ വിടർന്നു. അത് മനുവിൻ്റെ ഫോൺ നമ്പറായിരുന്നു. മനു അപ്പോൾ ചിന്തിക്കുകയാണ്, ഞാൻ എഴുതി കൊടുത്ത എൻ്റെ നമ്പർ അവൾ സൂക്ഷിച്ചു കൊണ്ട് നടക്കുന്നുണ്ടല്ലോ. ഓട്ടോറിക്ഷയിൽ മറന്നു വെച്ചതായിരിക്കും ബാഗ് അല്ലേ? അവൻ ഷാജിയോട് ചോദിച്ചു. അപ്പോൾ ഷാജി, അല്ല, അലീന ഇവിടെ ആദ്യം ശരണ്യയെ കാണാൻ വന്നപ്പോൾ ഇവിടെ കുറച്ച് പ്രശ്നങ്ങൾ നടന്നു. നാട്ടുകാരെല്ലാവരും കൂടി അലീനയെ അങ്ങ് വളഞ്ഞു. ബാലചന്ദ്രമേനോന്റെ വീട്ടിലെ പെണ്ണാണെന്നറിഞ്ഞപ്പോൾ അടിയുടെ പൊടിപൂരമായിരുന്നു. ഞാനിതുപോലെ ഉച്ചയ്ക്ക് വന്ന് ചോറുണ്ടുകൊണ്ടിരിക്കുമ്പോഴാ കൊന്നുകളഞ്ഞനെ എല്ലാവരും കൂടെ അടിച്ച് താഴെ വീഴ്ത്തി നിലത്തിട്ട് ചവിട്ടിക്കൂട്ടി തലവഴി ഒരിട്ടിനും മണ്ണെണ്ണയും എടുത്ത് കമിഴ്ത്തി. ഞാൻ ചെന്ന് നോക്കുമ്പോൾ ശരണ്യയുടെ ആങ്ങളച്ചക്കൻ തീപ്പെട്ടിക്കൊള്ളി ഒരക്കുകയാണ്. ഞാൻ 2 സെക്കൻഡ് താമസിച്ചാൽ ആ പെണ്ണ് പിന്നെ ജീവനോടെ കാണില്ലായിരുന്നു. എനിക്കതിനെ പരിചയമുണ്ടായിരുന്നു. സ്വർണ്ണക്കടക്കാരൻ്റെ വീട്ടിലെ വേലക്കാരിയാണെന്ന് ഞാൻ പറഞ്ഞപ്പോഴാണ് നാട്ടുകാരൊന്ന് അടങ്ങിയത്. അന്ന് ആ കൊച്ചിൻ്റെ കയ്യിലൊന്ന് വീണുപോയ ബാഗാണിത്. മണിശങ്കർ ഒരു ഉൾക്കിടിലത്തോടെ തരിച്ചു നിൽക്കുകയാണ് ഷാജിയുടെ വാക്കുകളൊക്കെ കേട്ടിട്ട്. ബാലചന്ദ്രമേനോൻ പറഞ്ഞപ്പോഴും ഇത്രയൊക്കെ സംഭവിച്ചു എന്ന് അവന് ബോധ്യം വന്നിരുന്നില്ല. അപ്പോൾ പിന്നെയും ഷാജി പറയുകയാണ്, അതെ, ഉടുതുണി പോലും കീറിപ്പറഞ്ഞ അവസ്ഥയിലാണ് ഞാനന്ന് താങ്ങി പിടിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നത്. കുളിപ്പിച്ച് എൻ്റെ പെങ്ങളുടെ ഡ്രസ്സും കൊടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി മരുന്നും മേടിച്ച് മുറിവും വെച്ച് കെട്ടി വീട്ടിൽ കൊണ്ടുപോയി ഞാൻ വിട്ടു. പിന്നൊരു ദിവസം ഞാൻ നേരം വെളുത്ത് നോക്കുമ്പോൾ ഈ തിണ്ണയിൽ കിടക്കുന്നു ഈ ബാഗ്. അടിച്ചു മാറ്റിയവൻ മനസാക്ഷി കുത്ത് തോന്നിയിട്ട് രാത്രിയിൽ കൊണ്ടുവന്നിട്ടിട്ട് പോയതാണ്. ഇത് കേട്ടിട്ട് അത്ഭുതത്തോടുകൂടി മണിശങ്കർ ഷാജിയോട് ചോദിക്കുകയാണ്, അല്ല, ഇത്രയുമൊക്കെ സംഭവിച്ചിട്ടും പിന്നെ എങ്ങനെയാ അലീന ശരണ്യയുടെ വീട്ടുകാരുമായിട്ട് ഇത്രയും അടുത്തത്? അവൾ പിന്നെ വന്നു കൊല്ലുന്നെങ്കിൽ കൊന്നോളാനും പറഞ്ഞുണ്ട്. ആ ഒരു ധൈര്യം ഉണ്ടല്ലോ, അത് ഞങ്ങളെല്ലാവരും സമ്മതിച്ചു കൊടുത്തിരിക്കുകയാണ്. ഒരു പേടിയുമില്ല കൊച്ചിന്. അപ്പോൾ തന്നെ ആരോടും അവൾക്കൊരു വിരോധവുമില്ല. അവളെ മണ്ണെണ്ണ ഒഴിച്ച് ചുട്ടു കൊല്ലുവാൻ ശ്രമിച്ച വിവരം അറിഞ്ഞിട്ട് പോലീസ് ഇവിടെ വന്ന് ഞങ്ങളെ എല്ലാവരെയും ചോദ്യം ചെയ്തു. അവളെ കയ്യേറ്റം ചെയ്തവരുടെ എല്ലാവരുടെയും പേരും എഴുതിക്കൊണ്ടുപോയി. കേസ് വന്നാൽ പ്രശ്നമാകുമല്ലോ എന്ന് വിചാരിച്ച് ഇവിടെയുള്ളവരെല്ലാം വല്ലാതെ പേടിച്ചു നിൽക്കുകയാണ്. പക്ഷേ തോറ്റുപോയത് പോലീസുകാരാ. അവർ ചെന്ന് അവളോട് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന് പറഞ്ഞു കളഞ്ഞു. ആരും അവളെ ഉപദ്രവിച്ചിട്ടുമില്ല, മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ചിട്ടുമില്ല. പിന്നെ എങ്ങനെ പോലീസിന് കേസെടുക്കാൻ പറ്റും? ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, അലീന വന്ന് കണ്ടതിന് ശേഷമാണ് ആ പെൺകുട്ടി എഴുന്നേറ്റത്. പുറത്തേക്കിറങ്ങി മനുഷ്യരുടെ മുഖത്തേക്ക് നോക്കുവാനും സംസാരിക്കുവാനുള്ള ധൈര്യം ആ പെങ്കൊച്ചിന് കൊടുത്തത് അലീന തന്നെയാണ്. ഇതെല്ലാം കേട്ട് മണിശങ്കർ വീർപ്പടക്കി നിൽക്കുകയാണ്. നെഞ്ചു വിങ്ങി കഴിക്കുന്നത് പോലൊരു വിഷമം. സങ്കടമാണോ സന്തോഷമാണോ എന്നൊന്നും തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. മണിശങ്കർ ചോദിക്കുകയാണ്, ഷാജിക്ക് എങ്ങനെയാണ് അലീനയെ പരിചയം? ആ പെണ്ണ് ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളം കൊണ്ട് അനാഥാലയത്തിലോട്ട് അരിയും സാധനങ്ങളും മേടിച്ചു കൊടുക്കാറുള്ള പതിവുണ്ട്. മാർക്കറ്റിൽ വന്നാൽ എൻ്റെ ഓട്ടോ പിടിച്ച സാധനങ്ങൾ കൊണ്ടുപോകാറ്. അങ്ങനെ പരിചയപ്പെട്ടതാ. അത് കേട്ടിട്ട് മണിശങ്കർ, ഏതായാലും ബാഗ് തിരിച്ചു കിട്ടിയല്ലോ, എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് അലീനയ്ക്ക് മാത്രമേ അറിയൂ, ഞാനങ്ങോട്ട് ചെല്ലട്ടെ. ഇത് പറഞ്ഞുകൊണ്ട് മണിശങ്കർ മടങ്ങിപ്പോകുവാൻ ഭാവിച്ചു. അപ്പോൾ ഷാജി, ഒന്നും നഷ്ടപ്പെടാൻ വഴിയില്ല. ബാഗ് കൊണ്ടുപോയവൻ ഒരു മനസാക്ഷി കുത്ത് തോന്നിയിട്ടായിരിക്കുമല്ലോ അത് തിരിച്ചെത്തിച്ചത്. ആ പെണ്ണിൻ്റെ പൈസ അടിച്ചു മാറ്റാൻ ആർക്കെങ്കിലും തോന്നുമോ? അത് കേട്ടിട്ട് ശരിയെന്ന അർത്ഥത്തിൽ മണിശങ്കർ തലയാട്ടിയിട്ട് ബാഗുമായി ശരണ്യയുടെ വരാന്തയിലേക്ക് തിരികെ കയറി ചെന്നു. അത് കണ്ടുകൊണ്ട് അലീന സന്തോഷത്തോടെ, കിട്ടി അല്ലേ? അപ്പോൾ ശ്രീലത, വലതും നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കുമോളെ. അതിനകത്ത് 100 രൂപ പോലും തികച്ചില്ലായിരുന്നു. അതിൽ കൂടുതലൊന്നും നഷ്ടപ്പെടാനില്ലല്ലോ. ഇത് പറഞ്ഞിട്ട്, അപ്പോൾ ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് അലീന ശരണ്യയുടെ മുഖത്തേക്ക് ഒന്നുകൂടി നോക്കി. ശരണ്യ അലീനയുടെ കയ്യിലൊന്നും പിടിവിടുന്നില്ല. ചേച്ചിക്ക് വൈകുന്നേരം പോയാൽ മതിയെന്നാണ് ഞാൻ വിചാരിച്ചത്. മോളെ, ഞാൻ വേറൊരു ദിവസം വരാം. രാവിലെ മുതൽ സന്ധ്യ വരെ ഇവിടെ തന്നെ. വേണമെങ്കിൽ ഒരു രാത്രി നിന്നെ കെട്ടിപ്പിടിച്ച് ഇവിടെ കിടന്ന് ഉറങ്ങുകയും ചെയ്യാം. പിന്നെ 4 നേരം മൂക്കുമുട്ട തിന്നാൻ തന്നേക്കണം കേട്ടോ. ഇത് പറഞ്ഞുകൊണ്ട് അലീന ശരണ്യയുടെ താടിത്തുമ്പിൽ പിടിച്ച് ഒന്ന് കൊഞ്ചി. എന്നിട്ട് വീണ്ടും പറയുകയാണ്, ഇനി ഇവിടെ ഇരുന്ന് പഠിക്കണം, വാശി വേണം. നമ്മൾ എന്തു വിചാരിച്ചോ അത് നേടുമെന്നുള്ള വാശി. നീ ഇപ്പോൾ എവിടെ നിൽക്കുന്നോ അതാണ് ഒന്നാമത്തെ ചവിട്ടുപടി. ഇവിടുന്ന് താഴോട്ട് പടികളില്ല, മുകളിലോട്ട് മാത്രമേ ഉള്ളൂ. ഒരു തളർച്ച തോന്നുമ്പോൾ എന്നെ വിളിച്ചോണം. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന വീട്ടിൽ ഇനി എത്ര നാൾ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. എന്നാലും അവിടുത്തെ നമ്പർ ഞാൻ തരാം.
പൈസയ്ക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ അപ്പോൾ തന്നെ എന്നെ വിളിക്കണം. പിന്നെ ആവശ്യക്കാർക്ക് കൊടുക്കാൻ പൈസയൊന്നുമില്ല എൻ്റെ കയ്യിൽ, അത്യാവശ്യക്കാർക്ക് മാത്രം. പാർട്ടിക്കാർ ഫണ്ട് പിരിക്കുന്നത് പോലെ വലിയ തുകയൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ കഴിയുന്നിടത്തോളം ചെയ്യാം. അപ്പോൾ ഇറങ്ങുകയാണ്. ശരണ്യ തലയാട്ടി. അലീനയും മണിശങ്കറും നടന്നു പോകുന്നത് നോക്കി ശരണ്യയും ശ്രീലതയും പ്രഭാകരനും മുറ്റത്ത് നിൽക്കുകയാണ്. പ്രഭാകരൻ മകളുടെ മുഖത്തേക്കൊന്ന് നോക്കി. അവളുടെ മനസ്സിലെ വെളിച്ചം മുഖത്തും ഇപ്പോൾ കാണാനുണ്ട്. മഴത്തോരു മുൻപേ സീരിയലിൽ ഉടൻ വരുവാൻ പോകുന്ന ഉദ്വേഗജനകമായ രംഗങ്ങൾ നേരത്തെ തന്നെ നിങ്ങളിലേക്ക് എത്തേണ്ടതിന് ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഓർപ്പിക്കുന്നു. ഒപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും ചെയ്യണമെന്നുകൂടി ഓർപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.